ഹായ് ഫ്രണ്ട്സ്, താസ്പുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ അറേബ്യൻ മുത്തബക്ക് സ്നാക്കാണ്. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല, രാത്രിയൊക്കെ ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതാണെങ്കിൽ വേറെ കറിയുടെ ആവശ്യങ്ങളൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഇതിന് വേണ്ടിയുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സാധാരണ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 2 സൈഡും ഇതുപോലെ പുരട്ടി കൊടുക്കാം. അടച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 20 മിനിറ്റോളം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ വെച്ച് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. ഇനി നന്നായിട്ടിത് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി. ഇതിലേക്ക് ഇനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കുക. 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചൊന്ന് 2-3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അധികം കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ചിക്കനും പിന്നെ നല്ലോണം വെന്തതാണ്, പിന്നെ ഉള്ളിയും നല്ലോണം വഴറ്റിയെടുത്തതല്ല, അതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മളെ ഫില്ലിങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ട ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് മല്ലി ഇലയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതുപോലെ ഒരു ഫ്ലോക്ക് എടുത്തിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ മുത്തബക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. അപ്പം നേരത്തെ മാറ്റി വെച്ച മാവ് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസാക്കി ഇതുപോലെ പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭൂരി ചുടുന്ന അതേ വലുപ്പത്തിലുള്ള ഒന്നും കൂടി പരത്തിയെടുക്കണം. ഇതുപോലെ ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഒരു ഭൂരിൻ്റെ വലുപ്പത്തിൽ. ഇത് വെച്ച് കൊടുത്തിട്ടാണ് ഇതിൻ്റെ മേലേക്കാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ ഒന്നുകൂടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്ത് നടുവിൽ വെച്ച് കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡും അതുപോലെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം 4 സൈഡും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം.
നിങ്ങൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നെയ്യും ഇല്ലെങ്കിൽ ഓയിലും ഒഴിച്ച് കൊടുത്താൽ മതി. ബട്ടർ ഇവിടെ ഉരുകി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുത്തബക്ക് വെച്ച് കൊടുക്കാം. മുത്തബക്ക് ചുട്ടെടുക്കുമ്പോൾ സ്റ്റൗ മീഡിയത്തിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ 2 വശവും വേവിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതുപോലെ 4 സൈഡും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ 4 വശവും ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക, എങ്കിലേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു വേവാത്ത മാവ് പോലെ ഉണ്ടാകും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൻ്റെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ മുത്തപ്പ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അറേബ്യൻ മുത്തബക്ക് ഇവിടെ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും. അപ്പം ഞാനൊരു മുത്തബക്ക് ഇവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്നാക്ക് എന്ന് മാത്രം പറയാൻ പറ്റൂല, നമുക്ക് ഡിന്നറിനും കൂടി കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.